അയാളൊന്നും ഇവിടെ ജയിക്കൂല, ആരുമല്ല. അല്ലേ അതെന്താ എന്നെ ചിലപ്പോ അറസ്റ്റ് ചെയ്യായിരിക്കും ചിലപ്പോ കൊണ്ടു. അല്ല ആയിക്കോട്ടെ, കുഴപ്പമില്ലാന്ന് ജയിച്ചു എന്ന് പറഞ്ഞില്ല. 7 വട്ടം ചാടിയിട്ടുള്ള ആയിട്ട് കാലി. അതുപോലെ ചിലപ്പോ ലക്കിയിൽ ജയിക്കാം, കുഴപ്പമില്ല. അങ്ങോര് ഞാൻ ചോദിക്കും, ഞാനാണ് ആള് എന്നൊക്കെ പറഞ്ഞ് വലിയ സിനിമയില അഭിനയിച്ച വില വയ്ക്കണേ. ഞാൻ ഞാൻ കൽപ്പിക്കും. വ്യക്തി ബേസിലാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും. EMS ജയിച്ചതായാലും EK നായനാർ ജയിച്ചതായാലും സുരേഷ് ഗോപി എന്താ ചെയ്തതെന്നുള്ളത് ഈ തൃശ്ശൂർ ജില്ലയിൽ ഇവിടെ ഉള്ള ആൾക്കാർക്കും എല്ലാവർക്കും അതിലാരും നെഞ്ചു പൊട്ടിയിട്ടും പുഷ്പാഞ്ജലി കഴിച്ചിട്ടും ദീപാഞ്ജലി കഴിച്ചിട്ടൊന്നും കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ആ പാർട്ടിയല്ല, വേറെ പാർട്ടിയാണ്. പക്ഷെ എനിക്ക് ആളെ താല്പര്യം നല്ല ഇതാണ്. വ്യക്തിപരമായിട്ട് നല്ല താല്പര്യം. വ്യക്തിപരം സ്വന്തമല്ല, വേറെ പാർട്ടി വേറെയാണ്. പക്ഷെ എനിക്ക് ആളെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. വേറെ പാർട്ടിയാണെങ്കിലും പ്രധാനമന്ത്രി ആയാലും ആളെ കഴിവുള്ളവനാ നരേന്ദ്രമോദി. അതെ, നരേന്ദ്രമോദിയും താല്പര്യമാണ്. വേറെ പാർട്ടിയാണെങ്കിലും ഏറ്റവും പറ്റിയ ആളാണ് ആള്. നല്ലത് കണ്ടാൽ നല്ലത് പറയാം. അത് പറയും. തൃശ്ശൂർ ജയിക്കില്ല എന്തായാലും. സോഷ്യൽ മീഡിയാസിലൊക്കെ മോളെ ശപിക്കുക അങ്ങനെയുള്ള അച്ഛൻ്റെ അനുഗ്രഹം മാത്രം മതിയെ കുട്ടിക്ക്. സാറാകുമ്പോ ഒരുവിധം എല്ലാവരോടും നല്ലൊരു അഭിപ്രായം ഇപ്പം ഉണ്ട് പൊതുവെ. നല്ല പിന്നെ ഈ കഴിഞ്ഞ 2 പേര് ജയിച്ച് നമുക്ക് ഉണ്ടായതിനേക്കാൾ ഒരു ഉപകാരം ആള് വന്നുണ്ടാവും തോന്നുന്നുണ്ടോ? ഉറപ്പുണ്ട്, തീർച്ചയായിട്ടും. സുരേഷ് ഗോപിയുടെ കുറിച്ച് എന്താ അഭിപ്രായം? അയ്യോ, അത് നമ്മൾ അഭിപ്രായം പറയുന്നത്. പിന്നെ എന്തിനെ കുറിച്ചാണ് മത്തായിച്ചേട്ടൻ അഭിപ്രായം ഉള്ളത്? പറഞ്ഞിട്ട് കാര്യമില്ല, അതെ, സുരേഷ് ഗോപി എല്ലാ ചാനലുകാരും എല്ലാവരും കൂടി ഒരു ബൊമ്മ കളിപ്പിക്കുക, അല്ലാണ്ട് വേറെ ഒന്നല്ല. അയാളെ ഒന്നല്ല, അയാള് BJPയുടെ വലിയ മോഡിയുടെ വലിയ താങ്ങണ ആളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അയാളൊന്നും ഇവിടെ ജയിക്കൂല, ആരുമല്ല. അല്ലേ അതെന്താ എന്നെ ചിലപ്പോ അറസ്റ്റ് ചെയ്യായിരിക്കും ചിലപ്പോ കൊണ്ടു. അല്ല ആയിക്കോട്ടെ, കുഴപ്പമില്ലാന്ന്. അങ്ങനെ ഇവിടെ കോമാളി കളിപ്പിക്കുക എല്ലാവരും കൂടി. അത് ജയിക്കില്ല എന്ന് പറഞ്ഞാൽ 3 വട്ടം വന്നു. അല്ല പിന്നെ ബ്രൂസിന്റെ കാര്യം ജയിച്ചു എന്ന് പറഞ്ഞില്ല. 7 വട്ടം ചാടിയിട്ടുള്ള ആയിട്ട് കാലി. അതുപോലെ ചിലപ്പോ ലക്കിയിൽ ജയിക്കാം, കുഴപ്പമില്ല. പറയാൻ പറ്റില്ല. കാരണം എന്ന് പറയണ അങ്ങോര് ഞാൻ ചോദിക്കും, ഞാനാണ് ആള് എന്നൊക്കെ പറഞ്ഞ് വലിയ സിനിമയില അഭിനയിച്ച വില വയ്ക്കണേ. അതെ, ഞാൻ കൽപ്പിക്കും, ഞാൻ പറയും എന്നൊക്കെ പറയാൻ. ഇതാരാ മനുഷ്യന് സാന്ന് വർത്താനം പറയണം, അല്ലാണ്ട് ഞാൻ വലിയ ആളെന്ന് പറഞ്ഞിട്ട് വർത്താനം കാര്യമില്ല. ആ എളിമയോട് വർത്താനം പറയണം. ഞാൻ സുരേഷ് ഗോപി ജയിക്കുന്ന പറയുള്ളൂ. എനിക്ക് ആൾക്കെതിരെ ഇഷ്ടപ്പെട്ടുള്ളൂ. ഇത്രയും നമ്മൾ ഇവിടെ ഒരാളും ചെയ്യാത്തത്. ആ വ്യക്തി നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു ധർമ്മം. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എന്നോ അല്ലെങ്കിൽ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം എന്നോ അതൊന്നല്ല പറഞ്ഞത്. നമുക്ക് ആവശ്യമുള്ളത് എന്ത് തരുന്നു അത് തരുന്നൊരു വ്യക്തിനെ നമ്മൾ പാർട്ടി ബേസിലല്ല വ്യക്തി ബേസിലാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും. EMS ജയിച്ചതായാലും EK നായനാർ ജയിച്ചതായാലും പെണ്ണുണ്ടെങ്കിൽ പെൺപാണി പെണ്ണെന്ന് പറഞ്ഞതും EK നായനാർ തന്നെയാണ്. പേര് കേട്ട പ്രശസ്തി കേട്ട 2 വ്യക്തികളാണ്. ഒന്ന് സുരേഷ് ഗോപി, നല്ല പോലീസുകാരനാണെന്നുള്ള ഒരു മെഡൽ ആൾക്കും കൊടുക്കേണ്ടതായിരുന്നു അല്ലേ. നല്ലൊരു പ്രവർത്തകനാണെന്നുള്ളത് ഈ ശക്തൻ ചാനലിലെ ആകാശപാത വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതിങ്ങനെയൊന്നും നടക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് താഴത്തോടെ നടന്നുകൊണ്ടിരുന്നു. എത്ര ആക്സിഡൻ്റ് ഉണ്ടായി, എത്ര വണ്ടി ഇവിടെ ഓടുന്നു, എത്ര ആക്സിഡൻ്റ് ഉണ്ടായി, എത്ര ആൾക്കാർ മരിച്ചു, എന്നിട്ടും ഇത്ര വണ്ടികൾ ഓടുന്നില്ലേ? ഇതന്നെ ഇതിലുള്ളൂ. പറയുന്ന വ്യക്തികൾക്ക് പറയാമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നും പറയാനായിട്ട് വേറെ ഒന്നുമില്ല. ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. സുരേഷ് ഗോപി എന്താ ചെയ്തതെന്നുള്ളത് ഈ തൃശ്ശൂർ ജില്ലയിൽ ഇവിടെ ഉള്ള ആൾക്കാർക്കും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സുരേഷ് ഗോപി എവിടെ ആയിരിക്കണ്ടേന്നുള്ളത് ഇവിടുത്തെ തൃശ്ശൂർക്കാർ തീരുമാനിച്ച സുരേഷ് ഗോപി ഇരിക്കേണ്ടോർത്തിരിക്കും. അതിലാരും നെഞ്ചു പൊട്ടിയിട്ടും പുഷ്പാഞ്ജലി കഴിച്ചിട്ടും ദീപാഞ്ജലി കഴിച്ചിട്ടൊന്നും കാര്യമില്ല. ഭഗവാന്റെ തുണ ആൾക്കുണ്ട്. ആളെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമാണ്. ആള് വരണമെന്നുണ്ട്. അടുത്ത പ്രാവശ്യം നിന്നാ ജയിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടോ? ജയിക്കുമോ എന്നുള്ളതാണ് പറയാൻ ഇത്തിരി ഇതാ. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് വളരെ ഇത് കുറവാണ് അവിടെ, അതുകൊണ്ട്. പക്ഷെ നല്ല മനുഷ്യനാണ് ആള്. ആള് വന്നാൽ നമുക്ക് ഗുണം ഉണ്ടാവും എന്ന് വിചാരിക്കും. ഗുണം ഉണ്ടാവും.
അതങ്ങനെയാണ്. പക്ഷേ കയറുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആ പാർട്ടിയല്ല, വേറെ പാർട്ടിയാണ്. പക്ഷേ എനിക്ക് ആളെ താല്പര്യം നല്ല ഇതാണ്. വ്യക്തിപരമായിട്ട് നല്ല താല്പര്യം. വ്യക്തിപരം എന്ന് പറഞ്ഞാൽ സ്വന്തമല്ല, നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും ഒക്കെയുള്ള അഭിപ്രായം. അപ്പൊ വേറെ പാർട്ടി ആയിരുന്നാലും വോട്ട് ചെയ്യും തോന്നുന്നുണ്ടോ ആൾക്കാര്? വേറെ പാർട്ടിയില് ഇതേമാതിരി ചിലപ്പോ ആൾക്കാർക്ക് ഉണ്ടാവാം, മനസ്സിലായില്ലേ? ചിലപ്പോ ചെയ്തുകൂടായില്ല. വേറെ പാർട്ടി പാർട്ടി വേറെയാണ്, പക്ഷെ എനിക്ക് ആളെ പിടിച്ച നല്ല അഭിപ്രായമാണ്. വേറെ പാർട്ടി ആണെങ്കിലും പ്രധാനമന്ത്രി ആയാലും അതെ, ആളെ കഴിവുള്ളവനാ നരേന്ദ്രമോദി. അതെ, നരേന്ദ്രമോദിയും താല്പര്യമാണ്. വേറെ പാർട്ടി ആണെങ്കിലും വേറെ പാർട്ടി ആണെങ്കിലും ഭരിക്കാൻ പറ്റിയ ആളാണ് ആള്. നല്ലത് കണ്ടാ നല്ലത് പറയും. അത് പറയും. അപ്പൊ വേറെ പാർട്ടി ആണെങ്കിലും ഈ സുരേഷ് ഗോപി എന്നുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് ആൾക്കാർ വോട്ട് ചെയ്യും തോന്നുന്നുണ്ടോ? വോട്ട് ചെയ്യുമോന്നുള്ളത് അറിയില്ല. അത് ഓരോരുത്തർ ഇന്ന പാർട്ടി എന്നുള്ളത് ഉണ്ടാവൂല മുന്നേ. അപ്പൊ അതിനനുസരിച്ച് അവർ ചെയ്യുള്ളൂ. ആരായാലും ഇപ്പൊ ഞാനായല്ലോ. പക്ഷെ എനിക്ക് താല്പര്യം മനസ്സിലിപ്പോ തോന്നണത് ആള് ജയിക്കണം, ആള് നല്ല കഴിവുള്ളവനാണ് എടുക്കണം എന്നുള്ളതാണ്. ആളെ നേരിട്ട് കാണണമെന്നുണ്ട്, നടക്കണില്ല, ജയിപ്പിക്കില്ലല്ലോ വേറെ ആൾക്കാരുകൾ. തൃശ്ശൂർ ജയിക്കില്ല എന്തായാലും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെയാ. അല്ല, അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടോ? അതറിയില്ല, കാരണമൊന്നുമില്ല. തൃശ്ശൂർ നിൽക്കാൻ ഭയങ്കര തൃശ്ശൂർ എന്തായാലും നാലും ജയിക്കില്ല ആള്. നിക്കാൻ സാധ്യതയുണ്ടോ? നിങ്ങൾ കേട്ടിട്ടില്ല നിൽക്കണുള്ളത്. ചേച്ചിയുടെയോ? എനിക്ക് രാഷ്ട്രീയം ഒന്നും അറിയില്ല. അല്ല, സുരേഷ് ഗോപി അറിയോ? സുരേഷ് ഗോപിനെ അറിയും, എല്ലാവരും അറിയും. പക്ഷെ എനിക്ക് രാഷ്ട്രീയത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, ഏത് ഭാഗത്തെ രാഷ്ട്രീയം. എനിക്ക് സിനിമയിലൊക്കെ സുരേഷ് ഗോപിനെ നല്ല ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടം തന്നെയാണ്. മനുഷ്യനെന്ന നിലയ്ക്കൊക്കെ ഇഷ്ടം തന്നെയാണ്. പക്ഷെ ഇവിടെ നിന്നിട്ട് ജയിക്കുമല്ലോ ഇപ്പൊ ആര് ജയിക്കുന്ന പോലും എനിക്കറിയില്ല. സുരേഷ് ഗോപി ആയാലും പിന്നെ മറ്റേ LDF UDF ഏതായാലും അവരിലാരും എനിക്ക് അത് മാത്രം എനിക്കറിയില്ല. തൃശ്ശൂരുകാരി എന്നുള്ള നിലയ്ക്ക് സുരേഷ് ഗോപി ഇവിടെ നിന്ന് ജയിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? സുരേഷ് ഗോപി അത് ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയത്തിൽ ആര് ജയിച്ചാലും നമ്മൾ ജയിക്കുന്നവരെ പക്ഷം അത്രയ്ക്കേ ഉള്ളൂ. സുരേഷ് ഗോപി എന്ന നടനെ നല്ല ഇഷ്ടമാണ്, അന്ന് രാഷ്ട്രീയക്കാരനെ ഇഷ്ടപ്പെടായൂല്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാണ്ട് രാഷ്ട്രീയത്തിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. അതെ, സുരേഷ് ഗോപി ജയിക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ. പുള്ളി മൂന്നാമത്തെ ഇവിടെ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഇവിടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ രണ്ട് പേരിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും തൃശ്ശൂരിന് വേണ്ടി ചെയ്യാൻ പാർട്ടി നോക്കിയിട്ടൊന്നല്ല, വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടും എന്നൊക്കെയാണ്. ഇപ്പൊ ഗുണം കിട്ടൂലോ. അവർക്ക് നല്ല അഭിപ്രായം. ഇലക്ഷനിൽ നിന്നാ ജയിക്കും? ജയിക്കുമെന്ന് പാർലമെന്റ് ആയ കാരണം ഡൗട്ടാവും. ശരി. മറ്റേ ഈ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം നിൽക്കും തോന്നുന്നുണ്ടോ പുള്ളി ഇവിടെ വന്ന്? നിക്കണം, ആള് ജയിക്കേണ്ടതൊക്കെയാണ്. ശരിക്കും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. സാധ്യതകളുണ്ട്, അറിയില്ല. ഓൾമോസ്റ്റ് നമ്മുടെ പ്രതീക്ഷ ആള് വരുന്നതാണ്, അത് തന്നെയാണ് ആഗ്രഹവും. വന്നാൽ ജയിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി വെച്ചിട്ട് എങ്ങനെയൊക്കെ ആവാം എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷേ ജയിച്ചാൽ നമുക്ക് തൃശ്ശൂരുകാരെന്നുള്ള നിലയ്ക്ക് ഒരു ഗുണമുണ്ടാവും തോന്നുന്നുണ്ടോ? അത് ചോദിക്കാനില്ല, ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. തൃശ്ശൂരുകാർക്ക് നല്ല ഗുണമുണ്ടാവും. തൃശ്ശൂരല്ലാത്ത എത്രയോ ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. കാരണം ഈ സോഷ്യൽ മീഡിയാസിലൊക്കെ മോളെ ശപിക്കുക അങ്ങനെയുള്ള അത് ആ അച്ഛൻ്റെ അനുഗ്രഹം മാത്രം മതിയെ കുട്ടിക്ക്. നിന്നാ ജയിക്കുന്നതാണ് ഈ അഭിപ്രായം. നിങ്ങളെല്ലാവരും പൊതുവെ ഈ കഴിഞ്ഞ രണ്ട് പ്രാവശ്യത്തേക്കാൾ എന്തായാലും വ്യത്യാസം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ 2 പ്രാവശ്യം ജയിച്ച ആളുകളിലേക്കാൾ എന്തായാലും വ്യത്യാസം ഇപ്പം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. സുരേഷ് ഗോപി സാറാകുമ്പോൾ ഒരുവിധം എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം ഇപ്പം ഉണ്ട്. പൊതുവെ വന്നാലും നമുക്ക് ഗുണമുണ്ടാവും. നല്ല മനുഷ്യനാണല്ലോ, നല്ല കാര്യങ്ങൾ ചെയ്യണാണല്ലോ. ഇപ്പൊ നിന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. നിന്നാ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്, ജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആളിപ്പോൾ ആരെയും കയ്യാൻ മീഡിയ ഒക്കെ കാണുന്നതല്ലേ, കയ്യാഞ്ഞ് സുഖമില്ലാത്തവരെ സുഖപ്പെടുത്തണു, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കണു, അങ്ങനെ ഒരു സഹായമൊക്കെ ആൾ ചെയ്യുന്നുണ്ട് സ്വന്തം കാശ് എടുത്തിട്ട്. അപ്പൊ വരട്ടെ, നിക്കട്ടെ. നല്ല പിന്നെ നിക്കള്ള ഈ കഴിഞ്ഞ 2 പേര് ജയിച്ച് നമുക്ക് ഉണ്ടായതിനേക്കാൾ ഒരു ഉപകാരം ആള് വന്നുണ്ടാവും തോന്നുന്നുണ്ടോ? ഉറപ്പുണ്ട്, തീർച്ചയായിട്ടും. കഴിഞ്ഞ 2 നമുക്കിതൊരു പാർട്ടിയിലെ ഒരു വ്യക്തിനെ നോക്കിയിട്ടുണ്ട് നമ്മള്. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം എന്തായാലും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യണം. അതൊന്ന് മറിച്ച് ചിന്തിച്ച് നോക്കണം നമുക്കൊന്നും. അത് ഞങ്ങളൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. എന്ത് സംഭവിച്ചാലും നമ്മൾ ഒരു പരീക്ഷണാവും. മാറി മാറി വരട്ടെ, ഒരു കൂട്ടർ തന്നെ ആയാൽ പറ്റില്ലല്ലോ, ഒരു മാറ്റം വരട്ടെ.